ഈ നടുവേദന ശരിക്കും ഒരു പ്രശ്നം തന്നെയാണല്ലേ. ഇപ്പോഴത്തെ കാലത്ത് പ്രായമൊന്നും നോക്കാതെ എല്ലാവർക്കും ഈ പെയിൻ ഉണ്ടാവാറുണ്ട്. ഇനി ഇത് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ കോർ മസിൽസും ബാക്ക് മസിൽസും സ്ട്രെങ്ത് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കുറച്ച് എക്സസൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, എന്തായാലും ഉപകാരം. ഫസ്റ്റ് തന്നെ പെൽവിക് ടിൽറ്റ് എന്ന് പറയുന്നൊരു എക്സസൈസ് ആണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പെൽവിക് മസിൽസ് ഒക്കെ ടൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ജിമ്മിൽ പോകുന്നവരും വീട്ടിൽ ചെയ്യുന്നവർക്കും എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തവണയെങ്കിലും അവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ബ്രിഡ്ജിങ് എക്സസൈസ് ആണ്. ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച എക്സസൈസിന്റെ അതേ പൊസിഷൻ നിൽക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കാല് മുൻപിലേക്ക് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് എടുത്തു വെക്കുക. അത് കഴിഞ്ഞ് തിരിച്ച് റിവേഴ്സ് അതേപോലെ വരും. ഇത് മാക്സിമം നിങ്ങളൊരു 8 അല്ലെങ്കിൽ ഒരു 10 വരെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ക്യാറ്റ് കൗ സ്ട്രെച്ചിങ് ആണ്. ഇതും അത്യാവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം, അതിനാണ് ചാൻസ് കൂടുതൽ. ഇനി അറിയാത്തവർക്കായി നേരെ ഷോൾഡറിന്റെ താഴെ തന്നെ കൈപ്പത്തി വെക്കുക. അതേപോലെ കാൽമുട്ട് കുത്തി നിൽക്കുക വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് താഴേക്ക് താഴ്ത്തി ഒരു ആർച്ച് പോലെ വരുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അതേപോലെ തന്നെ ബാക്ക് മുകളിലേക്ക് പൊക്കുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്കാണ് വിടേണ്ടത്, അത് ശ്രദ്ധിക്കുക. അടുത്തത് ബേർഡ് ഡോഗ് എക്സസൈസ് ആണ്. ഞാൻ കാണിക്കുന്നത് പോലെ ഈ പൊസിഷൻ നിൽക്കുക. എന്നിട്ട് ഏത് കൈയാണോ നിങ്ങൾ ഉയർത്തുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ലെഗ് ആയിരിക്കണം പൊക്കേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അപ്പർ ബോഡിയുടെ ലെവലിൽ തന്നെ ആയിരിക്കണം ലെഗും ഹാൻഡും നിൽക്കേണ്ടത്. പിന്നെ ബ്രീത്തിങ്ങിന്റെ കാര്യം നോർമലി നമ്മൾ എങ്ങനെയാണോ ബ്രീത്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്താൽ മതി. അടുത്ത പറയാൻ പോകുന്ന 2-3 സ്ട്രെച്ചിങ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത് തന്നെയാണ്. ഫസ്റ്റ് വൺ ഹാംസ്ട്രിങ് സ്ട്രെച്ചിങ് ആണ്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ കാലിന്റെ വിരളെ പിടിച്ച് നിവർത്തുക. ആ നിവർത്തി വെച്ചിട്ട് അവിടെ ഒരു 5 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ കാലിന്റെ വിരളെ പറ്റാത്തവർക്ക് ആംഗിളിന്റെ ഭാഗത്തായാലും പിടിച്ചാൽ മതി. പക്ഷെ കാല് നിവരണം, നമ്മുടെ ഹാംസ്ട്രിങ് ഭാഗം സ്ട്രെച്ച് ആവുകയും ചെയ്യാം. അടുത്തത് പൈരോഫോർമിക് സ്ട്രെച്ച് ആണ്. ഇത് ചെയ്യുമ്പോൾ വീഡിയോ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കാലം മറ്റൊരു കാലിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് മുട്ടിന് താഴെ പിടിച്ചിട്ട് ചെസ്റ്റിലേക്ക് പുള്ളി ചെയ്യുക. അടുത്തത് സീറ്റഡ് ട്വിസ്റ്റ് ആണ്. ഇത് 2 രീതിയിൽ ചെയ്യാം, ഞാൻ രണ്ടും കാണിച്ചു തരുന്നുണ്ട്. ആദ്യത്തത് ഇതേപോലെ കാല് നീട്ടിയിരുന്നിട്ട് നമ്മുടെ ഇടുപ്പിന്റെ ഭാഗം 2 സൈഡിലോട്ടായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. അവിടെ ഒരു 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം കേട്ടോ. ഇനി ഈ പറഞ്ഞത് പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു കാല് നിവർത്തി വെക്കുക. എന്നിട്ട് മറ്റേ കാല് നമ്മുടെ മുട്ടിന് നിവർത്തി വെച്ചിരിക്കുന്ന കാലിന്റെ മുട്ടിന്റെ ഒപ്പം മടക്കി വെക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ഹാൻഡ് വെച്ചിട്ട്, അതായത് കൈമുട്ട് വെച്ചിട്ട് ഇതേപോലെ പുറകിലേക്ക് തള്ളുക. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്, അത് നോക്കി ചെയ്യും. അടുത്ത ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ചൈൽഡ് പോസ് ആണ്. ഇത് നമ്മൾ യോഗയിലൊക്കെ ഈ ഒരു പൊസിഷൻ അധികവും ചെയ്യാറുണ്ട്. ഇത് ചെയ്യേണ്ടത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കാല് മടക്കി കാലിലേക്ക് ഇരിക്കുക. എന്നിട്ട് അവനവന് പറ്റുന്നത് പോലെ ശരീരം മുൻപിലേക്ക് ഇടുക. നമ്മുടെ ഹിപ്പിന് മുകളിലേക്ക് അപ്പർ ബോഡി മൊത്തം ലൂസ് ആക്കി മാക്സിമം അവിടെ ഒരു 5-7 സെക്കൻഡ് വരെയും ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഒരു 20 തവണയോളം ചെയ്യണം. ഈ പറഞ്ഞ ഒട്ടുമിക്ക എക്സസൈസുകളും സ്ട്രെച്ചിങ് പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ബാക്ക് പെയിൻ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കോർ മസിൽസും അതേപോലെ ബാക്ക് മസിൽസും സ്ട്രെങ്ത് ആവും. അതേപോലെ നിങ്ങളുടെ ബാക്ക് മസിൽസ് കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവാനും ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.